ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. യഖീൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ സെമസ്റ്റർ 2 അറബിക് ഷോർട്ട് സ്റ്റോറീസ്. ഇതിൽ ബ്ലോക്ക് 3യിൽ രണ്ടാമത്തെ ഷോർട്ട് സ്റ്റോറിയുടെ ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അഥവാ അർഹസു ലയാലി എന്ന യൂസുഫ് ഇദ്രീസിയുടെ കഥയാണ് നമുക്ക് വായിക്കേണ്ടത്. ഈ വീഡിയോ 2 സെഷനുകളായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഷോർട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെഷനും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിൻ്റെ മറ്റൊരു സെഷനും. അധികം സമയം കളയാതെ വിഷയത്തിലേക്ക് കടക്കാം. മൻഹുവ ബത്തുലുൽ ഖിസ്സ, ആരാണ് അർഹസു ലയാലി എന്ന ഷോർട്ട് സ്റ്റോറിയിലെ നായക കഥാപാത്രം? ബത്തുലുൽ ഖിസ്സ ഹുവ അബ്ദുൽ കരീം. 2. മാഹിയ ഹാലത്തു അബ്ദുൽ കരീം അൻ നഫ്സിയ ഇൻദ ഖുറൂജിഹി മിനൽ മസ്ജിദ്. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ തന്നെ അബ്ദുൽ കരീമിൻ്റെ മാനസികാവസ്ഥ എപ്രകാരമായിരുന്നു? കാന ഗാലിബൻ വ മുതദമ്മിറൻ വ യശ്ഉറു ബില്ലൈഖ്. അദ്ദേഹത്തിന് ദേഷ്യവും അസ്വസ്ഥതയുമൊക്കെ ഉണ്ടായിരുന്നു. പോരാത്തതിന് അങ്ങേയറ്റം നിരാശനുമായിരുന്നു. 3. മാതാ കാന സബബു ഇസ്ആജി അബ്ദുൽ കരീം ഫി സഖാഖ്. ഇടവഴിയിലെത്തിയപ്പോൾ അദ്ദേഹത്തെ കൂടുതൽ അസ്വസ്ഥമാക്കിയ കാരണം എന്തായിരുന്നു? കാന സബബു ഇസ്ആജിഹി ഹുവ ലൗലാ വ ലഅബുൽ അത്ഫാൽ. ആ വഴിയിലുണ്ടായിരുന്ന കുട്ടികളുടെ ബഹളവും കളിയുമൊക്കെയാണ് അദ്ദേഹത്തെ അസ്വസ്ഥമാക്കിയത്. ലൗല, ബഹളം. 4. മൻഹുവ തൻത്വാവി ഫിൽ ഖിസ്സ. ഈ കഥയിൽ തൻത്വാവി എന്ന് പറയുന്ന കഥാപാത്രം ആരാണ്? തൻത്വാവി ഹുവൽ ഹഫീർ അല്ലദി ദഅ അബ്ദുൽ കരീം ലിഷുർബി ഷായ്. അബ്ദുൽ കരീമിനെ ചായ കുടിക്കാൻ ക്ഷണിച്ച ഒരു ഹഫീർ ആയിരുന്നു അദ്ദേഹം, അഥവാ വാച്ച്മാൻ, സെക്യൂരിറ്റി ഗാർഡ് എന്നൊക്കെ പറയാം. ലിമാദാ ലം യസ്തതി അബ്ദുൽ കരീം അൽ ഔദ ഇലാ ബൈതിഹി മുബാഷറ. എന്തുകൊണ്ടാണ് അബ്ദുൽ കരീമിന് ഡയറക്റ്റായിട്ട് വീട്ടിലേക്ക് മടങ്ങാൻ സാധിക്കാതെ പോയത്? 2 കാരണങ്ങളാണുള്ളത്. ലം യസ്തതിയ, അദ്ദേഹത്തിന് സാധിച്ചില്ല 2 കാരണങ്ങളാൽ. ലിഅന്നഹു ലാ യംലികു മാലൻ ലിസ്സഹർ. നൈറ്റ് എൻജോയ് ചെയ്യാൻ, രാത്രി സമയം ചെലവഴിച്ച് ആസ്വദിക്കാനുള്ള ക്യാഷ് അയാളുടെ കയ്യിലുണ്ടായിരുന്നില്ല. സെക്കൻഡ്ലി വശഅറ ബിൽ ഗളബി മിൻ വദ്ഇഹി. തൻ്റെ ഈ ഒരു ദുര്യോഗത്തിൽ അങ്ങേയറ്റം ദേഷ്യം തോന്നുന്നുമുണ്ടായിരുന്നു എന്നതും. ഈ 2 കാരണങ്ങളാൽ വീട്ടിലേക്ക് പോകാനുള്ള മടി കൊണ്ട് പലയിടത്തും കറങ്ങി നിൽക്കുകയാണ് ഉണ്ടായത്. അടുത്ത ചോദ്യം, മാഹുവ സബബു സഹരി അബ്ദുൽ കരീം വ തഅബിഹി തിൽക്കൽ ലൈല. ആ രാത്രിയിൽ അങ്ങേയറ്റം പരീക്ഷീണനാകാനും ഉറക്കമൊഴിച്ചിരിക്കാനും ഉണ്ടായ കാരണം എന്തായിരുന്നു? സബബു സഹരിഹി വ തഅബിഹി, അയാളുടെ ഉറക്കമൊഴിച്ചിരിക്കുന്നതിൻ്റെയും ക്ഷീണത്തിൻ്റെയും കാരണം കാന ഫിൻജാനു ഷായ് അല്ലദീ ശരിബഹു ഇന്ദ തൻതാവി. ആ നേരത്തെ പറഞ്ഞ തൻതാവിയുടെ പക്കൽ നിന്നും കുടിച്ച ചായയായിരുന്നു ഇതിനെല്ലാം കാരണം. അദ്ദേഹത്തിൻ്റെ ഉറക്കം അങ്ങോട്ട് പോയി കിട്ടി. കൈഫ വസഫ അബ്ദുൽ കരീം നഫ്സഹു മിൻ ഹൈസു അൻ നളാഫ. ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ അബ്ദുൽ കരീം സ്വയം വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? വസഫ നഫ്സഹു ബി അന്നഹു അൻളഫു മിന സ്വീനി ബഅദ അസ്ലി. സ്വീനി എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പ്രത്യേക പാത്രങ്ങളാണ്. പൊതുവെ പളുങ്ക് പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തിളക്കവും വൃത്തിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമുള്ള ചൈനീസ് പാത്രങ്ങളെക്കാളും വൃത്തിയുണ്ട് തനിക്ക് എന്നാണ് അയാൾ സ്വയം കരുതിപ്പോരുന്നത്. അടുത്തത്, മാദാ കാനത്ത് തുരീദു സൗജ മിനൽ ജാസ് ഐ അൽ മാസൂത്ത് ഫിൽ മിസ്ബാഹ്. മിസ്ബാഹ് എന്ന് പറഞ്ഞാൽ വിളക്ക്, അൽ ജാസ് എന്ന് പറഞ്ഞാൽ മാസൂത്ത് അഥവാ വിളക്ക് തെളിക്കാൻ അവിടെ ഉപയോഗിക്കുന്ന എണ്ണയ്ക്കാണ് പറയുക. ആ എണ്ണ കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എന്തു ചെയ്യാനാണ് ഉദ്ദേശിച്ചത്? കാനത്ത് തുരീദുഹു ലി തഅജിന വ തഖ്ബിസ തുലല്ലൈല. രാത്രി മുഴുവൻ മാവ് കുഴക്കാനും റൊട്ടി ഉണ്ടാക്കാനും അവൾക്ക് ആ എണ്ണ തന്നെ വേണമായിരുന്നു. ദാരിദ്ര്യമാണ്. തഅജിൻ എന്ന് പറഞ്ഞാൽ മാവ് കുഴയ്ക്കുക, തഖ്ബിസ് എന്ന് പറഞ്ഞാൽ ഖുബ്സ് ഉണ്ടാക്കുക. അടുത്ത ചോദ്യം, മാദാ ഫഅല അബ്ദുൽ കരീം ഇന്ദമാ വസല ഇല സൗജത്തിഹി ഫിന്നിഹായ. ഒടുക്കം അയാൾ ഭാര്യയുടെ അടുക്കൽ എത്തിച്ചേർന്നപ്പോൾ എന്ത് കൈക്രിയകളാണ് ചെയ്യാൻ ആരംഭിച്ചത്? ബദഅ യുദല്ലിക്കു കദമൈഹ വ യുലാഇബുഹ ബില്ലുത്ഫിൻ ബദലൻ മിൻ അയ്യൂഖിലഹ. അവിടെ എത്തിച്ചേർന്നാൽ ഭാര്യയെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ അതിനു പകരം യുദല്ലിക്കു കദമൈഹ, അവളുടെ 2 കാൽപാദങ്ങളും തിരുമ്മിക്കൊടുക്കാൻ തുടങ്ങി, മസാജ് ചെയ്യാൻ. വ യുലാഇബുഹ ബിലുത്ഫിൻ, സ്നേഹത്തോടെ
അതിനെ മാലീസ് ചെയ്യാനും തുടങ്ങി. മാതാകാനത്ത് സമ്രത്തു തിൽക്കൽ ലൈല ബാദ അശ്ഹുരിൻ, മാസങ്ങൾക്ക് ശേഷം എന്ത് റിസൾട്ടാണ് ഈ പർട്ടിക്കുലർ രാത്രി കൊണ്ട് ഉണ്ടായത്? കാനത്ത് സമ്രത്തുഹ തുഫ്ലൻ സാബിയാൻ, ഏഴാമതൊരു കുഞ്ഞു പിറന്നു. അതുതന്നെയാണ് ഈ രാത്രിയുടെ റിസൾട്ട്. കൈഫ ഷാറ അബ്ദുൽ കരീം ബഅദ മഅരിഫതിഹി ബിഖുദൂമി തുഫ്ൽ അസ്സാബിയ, ഏഴാമത്തെ കുഞ്ഞുകൂടി പുറപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ എന്തൊരു ഫീലിംഗ് ആണ് അബ്ദുൽ കരീമിനുണ്ടായത്? അസ്സ നഫ്സഹു വആദ ഇലാ ദാഇറത്തിൽ ഫഖർ വല്ലീഖ്, സ്വയം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു, ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും വലയത്തിലേക്ക് വീണ്ടും മടങ്ങിപ്പോവുകയും ചെയ്തു. മാദാ കാന യതസാഅലു അബ്ദുൽ കരീം ഫി നിഹായത്തുൽ ഖിസ്സ, ഈ കഥയുടെ അവസാനത്തിൽ അബ്ദുൽ കരീമിനെ ആശ്ചര്യപ്പെടുത്തിയത് എന്താണ്? കാന യതസാഅലു മിൻ ഐന യഅതി ഹൗലാഇൽ അത്ഫാൽ, അയാളിങ്ങനെ ആശ്ചര്യപ്പെട്ട് ആലോചിച്ചത് ഈ കുട്ടികളൊക്കെ എവിടെ നിന്നാണ് ഈ വരുന്നത്? കഅന്നഹും യഖ്റുജൂന മിൻ തുഖൂബിൻ ഫിൽ അർളി അവി സമാ, ആകാശത്തിലോ ഭൂമിയിലോ തുരങ്കമുണ്ടാക്കിയിട്ട് അവിടെ നിന്ന് കടന്നു വരുന്നതാണോ എന്നാണ് ഇയാൾ ആലോചിച്ചു പോയത്. അത്രമാത്രം കുട്ടികൾ വീട്ടിലും നാട്ടിലൊക്കെ ഉണ്ടേ. ലിമാദാ ലം യസ്തതി അബ്ദുൽ കരീം ദക്ക ബാബി ഷെയ്ഖ് അബ്ദുൽ മജീദ്, കഥയിലെ മറ്റൊരു കഥാപാത്രമാണ് അബ്ദുൽ മജീദ്. അയാളുടെ വാതിൽ പോയി മുട്ടാൻ ഇയാൾക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല? കാരണം ലി അന്നഹു ഖദ് ദഫഅഹു മിൻ ഫൗഖി മദാരി സാഖിയ വ ഔഖഅഹു ഫിൽ ഹൗലി മുൻദു യൗമൈൻ, 2 ദിവസം മുമ്പ് അവിടെ ജലസേചനത്തിന് ഉപയോഗിക്കുന്ന ഒരു മെഷീൻ, യന്ത്രം, അതിൻ്റെ മുകളിൽ നിന്ന് ഈ കക്ഷിയെ ഇദ്ദേഹം തള്ളി താഴെ ഇട്ടിരുന്നു. ദഫഅഹു മിൻ ഫൗഖ്, മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടിരുന്നു. മദാര സാഖിയ, വെള്ളമൊഴുകാനുള്ള ആ ഒരു സിസ്റ്റത്തിൻ്റെ മുകളിൽ നിന്ന്. എന്നിട്ട് കുളത്തിലേക്ക് മുക്കുകയും ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ തള്ളി താഴെ വെള്ളത്തിൽ മുങ്ങിപ്പോയി ആ കക്ഷി, അതുകൊണ്ട് പിന്നെ വാതിലിന് പോയി മുട്ടാൻ പറ്റില്ലല്ലോ. അതായിരുന്നു പ്രശ്നം. അവസാനം മാതാ യുഷബ്ബിഹു അബ്ദുൽ കരീം അൽ അത്ഫാല ബിഹിം വഹും യസ്ഹമൂന ത്വരീക, ആ വഴിയിലൂടെ തിക്കിത്തിരക്കി പോകുമ്പോൾ അബ്ദുൽ കരീം കുട്ടികളെ എന്തിനോടാണ് ഉപമിക്കുന്നത്? മാതാ യുഷബ്ബിഹ് അബ്ദുൽ കരീം അൽ അത്ഫാല ബിഹിം, കുട്ടികളെ, വഹും യസ്ഹമൂന ത്വരീക, ആ വഴിയിലൂടെ അവർ ഞെങ്ങി നടക്കുകയാണ്. ആ സമയത്ത് യുഷബ്ബിഹുഹും ബി ജയ്ഷിൻ നംല്, ഒരു ഉറുമ്പിൻ പടയോട് അല്ലെങ്കിൽ ഉറുമ്പുകളുടെ സൈന്യത്തോടാണ് അദ്ദേഹം കുട്ടികളെ ഉപമിക്കുന്നത്. ഓക്കെ, നമുക്കിനി പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നമ്പർ 1, തഹ്ലീലു ശുഊരി അബ്ദുൽ കരീം ബിൽ ഇഹ്ബാത്ത് വൽ അജ്സ് ഫിൽ ഖിസ്സ, ഈ കഥയിൽ അബ്ദുൽ കരീമിൻ്റെ ദൗർബല്യവും വേദനയും നിരാശയും നിസ്സഹായതയും ഇതിനൊക്കെ എങ്ങനെയാണ് ചിത്രീകരിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ വിശകലനം ചെയ്യാൻ സാധിക്കുക? തുസവ്വിറുൽ ഖിസ്സ ബിഉമുഖിൻ ശുഊർ അബ്ദുൽ കരീം ബിൽ ഇഹ്ബാത്ത് വൽ അജ്സ്, ഈ കഥയിൽ അബ്ദുൽ കരീമിൻ്റെ ആഴത്തിലുള്ള നിരാശയും നിസ്സഹായതയും ഒക്കെ വളരെ തീവ്രമായി ചിത്രീകരിക്കുന്നുണ്ട്. അൽ മുതജദ്ദിറു ഫീ വാഖിഇഹി അൽ മാദ്ദി വൽ ഇജ്തിമാഇ, അതാകട്ടെ അയാളുടെ ഭൗതികവും സാമൂഹികവുമായ യാഥാർത്ഥ്യത്തിൽ വേരൂന്നി കിടക്കുന്നതുമാണ്. യബ്ദഉ ഇഹ്ബാതുഹു ബിത്തദമ്മുരി മിൻ ലൗലാഇൽ അത്ഫാൽ വ കസ്റതിഹിം, ഇതെല്ലാം ആരംഭിക്കുന്നത് ഈ കുട്ടികളുടെ ബഹളവും ആധിക്യവും ഒക്കെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാതിയിൽ നിന്ന്, ആ ഒരു ആലോചനയിൽ നിന്നാണ് ഇതെല്ലാം ആരംഭിക്കുന്നത്. അല്ലത്തി തർമുസുലിൽ അദ്ദാഇമി ഫി ഹയാത്തിഹി, ആ ചിന്തയാവട്ടെ അയാളുടെ ജീവിതത്തെ സാരമായി അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തെ നിരന്തരമായി ഒരു ഭാരമായി വന്ന് ഭവിക്കുന്നതാണ്. യതഅസ്സസു ഹാദ ശുഊർ ബിഅജ്സിഹി അനിൽ ഹർബി മിൻ വാഖിഇഹി അൽ മാദ്ദി, മാത്രമല്ല ഈ ഒരു ഭൗതിക യാഥാർത്ഥ്യത്തിൽ ഒരു റിയാലിറ്റിയാണ്, ഇതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള തൻ്റെ അശക്തി അല്ലെങ്കിൽ തൻ്റെ കഴിവുകേട് അത് ആ വേദനയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുമുണ്ട്. ഫലാ യംലികു കിർഷൻ വാഹിദൻ ലിയുസല്ലിയ നഫ്സഹു ഖാരിജൽ മൻസിൽ, വീട്ടിന് പുറത്തു പോയിട്ട് ഒരു നിമിഷമെങ്കിലും ആസ്വദിക്കാൻ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ ഒരു നയാ പൈസ പോലും തൻ്റെ കയ്യിലില്ല. അതുമാത്രമാണോ? വലാ യറാ ഫി ബൈതിഹിൽ ഫഖീർ മലാദൻ ലിറാഹ, വീട്ടിൽ കയറി ചെന്നാലെങ്കിലും സ്വസ്ഥതയ്ക്കുള്ള എന്തെങ്കിലും വകയുണ്ടോ? അതുപോലുമില്ല. അങ്ങനെ ഒരു സാധ്യതയും അയാൾ കാണുന്നില്ല. തതജല്ല ദുർവതു ഇഹ്ബാതുഹി ഫി തസാഉലിഹിൽ മുതഖർറിർ അൻ മസ്ദരി ഹൗലാഇൽ അത്ഫാൽ, ഈ കുട്ടികളൊക്കെയും എവിടെ നിന്നാണ് ഈ കടന്നു വരുന്നത് എന്ന് ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അയാളുടെ നിരാശയുടെ മൂർധന്യാവസ്ഥ പ്രകടമാകുന്നത്. കുറച്ച് ടഫാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. തതജല്ല ദുർവതു ഇഹ്ബാതിഹി, അയാളുടെ നിരാശയുടെ മൂർധന്യാവസ്ഥ വെളിപ്പെടുന്നത് ഫി തസാഉലിഹിൽ മുതഖർറിർ, തൻ്റെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോഴാണ്. അയാൾ ഇങ്ങനെ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കറിയാം എത്രമാത്രം നിരാശയുണ്ട്. എന്താ ചോദ്യത്തിൻ്റെ കാതിൽ? അൻ മസ്തരി ഹൗലാഇൽ അത്ഫാൽ, ആ കുട്ടികളുടെ ഉറവിടം എവിടെയാണ് എന്നതാണ്.
വശഊരിഹി ബിഅന്നഹും യഅതൂന മിൻ മക്കാനിൻ ഖാരിജ്. മാത്രമല്ല അയാളുടെ ഒരു ധാരണ, അല്ലെങ്കിൽ അയാൾക്ക് തോന്നുന്നത് ഈ കുട്ടികളെല്ലാം വരുന്നത് പുറത്ത് എവിടുന്നോ നിന്നാണ്, ഏതോ ഒരു പുറം ലോകത്ത് നിന്നാണ്. അൻ ഇറാദത്തിഹി വഖുദ്റത്തിഹി അല സൈത്ര, അവരുടെ മേൽ നിയന്ത്രണത്തിന് ഒരു നിലക്കും സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് കഴിയാത്ത എന്ന് പറഞ്ഞാൽ നിയന്ത്രണാതീതമായ ഏതോ ഒരു സ്ഥലത്ത് നിന്നാണ് അവർ കടന്നു വരുന്നത്. മിമാ യുഅക്കിദു ഉംക അജ്സിഹി അമാമ തഹദിയാത്തിൽ ഹയാത്ത് അൽ മുസ്തമിറ. ഇത് അയാളുടെ ജീവിതത്തിലെ തുടർച്ചയായ പലതരം വെല്ലുവിളികൾക്ക് മുന്നിൽ അവൻ്റെ ആഴത്തിലുള്ള ഒരു നിസ്സഹായതയെ കൂടി ഉറപ്പുവരുത്തുന്നുണ്ട്. മിമാ യുഅക്കിദു, അത് ഉറപ്പുവരുത്തുന്നു, സ്ഥിരീകരിക്കുന്നുണ്ട്. ഉംക അജ്സിഹി, അയാളുടെ ആഴത്തിലുള്ള ദൗർബല്യത്തെ, അമാമ തഹദിയാത്തിൽ ഹയാത്തിൽ മുസ്തമിറ, ആവർത്തിച്ച് ജീവിതത്തിൽ കടന്നു വരുന്ന വെല്ലുവിളികൾക്ക് മുന്നിൽ അയാൾ പ്രകടിപ്പിക്കുന്ന നിസ്സഹായതയുടെ ആഴം ഈ ചിന്ത വെളിപ്പെടുത്തുന്നുണ്ട്. കാരണം മക്കളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, ഇത് എവിടുന്നാന്ന് മനസ്സിലാവണില്ല, ഈ അങ്ങനെയുള്ള കുറേ ചിന്തകൾ ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞാൽ വല്ലാതെ നീണ്ടുപോകും. അതുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കൈഫ തുബ്രിസുൽ ഖിസ്സ തഅസീർ അൽ ഫഖ്രി അല ഹയാത്തിൽ അഫ്റാദ് വ അലാഖാതിഹിം. വ്യക്തികളുടെ ജീവിതത്തിലും ബന്ധങ്ങളിലും ദാരിദ്ര്യം എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് ഈ കഥ എടുത്തു പറയുന്നുണ്ടോ? അത് ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഈ കഥ അക്കാര്യം ചർച്ച ചെയ്യുന്നത്? തുബ്രിസുൽ ഖിസ്സ അർഖസ് ലയാലി. ഈ അർഖസ് ലയാലി എന്ന് പറയുന്ന കഥ ശക്തമായി പ്രകടിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എടുത്തു കാണിക്കുന്നുണ്ട് ബി ഖുവ്വത്തി തഅസീർ അൽ ഫഖർ, ദാരിദ്ര്യത്തിൻ്റെ സ്വാധീന ശക്തി എത്രത്തോളം ഉണ്ട് എന്ന്. അല ഹയാത്തുൽ അഫ്രാദ് വ അലാഖാതിഹിം, ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും അവർ പരസ്പരമുള്ള ബന്ധങ്ങളിലുമെല്ലാം ദാരിദ്ര്യത്തിൻ്റെ പങ്ക്, അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീന ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് ഈ കഥ വിവരിക്കുന്നുണ്ട്. ഫൽ ഫഖ്റു ലാ യുഅസ്സിറു ഫഖത്ത് അലൽ ജവാനിബിൽ മദിയ മിസ്ല നഖ്സ് തആം വൽ മവാരിദ്. ജീവിതത്തിൽ ഭക്ഷണം, മറ്റ് സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, ഇതിൻ്റെയൊക്കെ ശോഷണം, അല്ലെങ്കിൽ അതിൻ്റെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന ഭൗതികമായ വിഷയങ്ങളിൽ മാത്രമല്ല ദാരിദ്ര്യം സ്വാധീനം ചെലുത്തുന്നത്. ഒന്നുകൂടെ വ്യക്തമാക്കാം. വൽ ഫഖ്ർ, ദാരിദ്ര്യം, ലാ യുഅസ്സിറു, അത് സ്വാധീനിക്കുന്നില്ല ഫഖത്ത്, കേവലമായിട്ട്, അതിൽ മാത്രമല്ല. എന്തിൽ? അലൽ ജവാനിബിൽ മാദിയ, ഭൗതികമായ വശങ്ങളെ മാത്രമല്ല. ഏതുപോലെ? മിസ്ല നഖ്സു തആമി വൽ മവാരിദ്, ഭക്ഷണത്തിലെ ക്ഷാമം, അതല്ലെങ്കിൽ വിഭവങ്ങളുടെ കമ്മി, ഇങ്ങനെയുള്ള ഭൗതിക വിഷയങ്ങളിൽ മാത്രമല്ല ദാരിദ്ര്യം എഫക്റ്റ് ചെയ്യുന്നത്. മറിച്ച് ബൽ യംതദ്ദു ലിയുഅസ്സിർ അലൻ നഫ്സിയ വൽ അലാഖത്തി ഷഖ്സിയ, അത് മനുഷ്യരുടെ മനഃശാസ്ത്രത്തെയും അല്ലെങ്കിൽ മാനസികാവസ്ഥയെയും വ്യക്തിബന്ധങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ ദാരിദ്ര്യമുള്ള ആളുമായിട്ടുള്ള ബന്ധം, വ്യക്തിബന്ധം, അതൊക്കെ ആൾക്കാർ കുറക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ അതവരെ മാനസികമായി തളർത്താനും സ്വാധീനിക്കാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. അബ്ദുൽ കരീം ബിസബബി ഫഖ്രിഹി, ഇനിയിപ്പോൾ അബ്ദുൽ കരീമിൻ്റെ കാര്യം നോക്കിയാൽ അയാളുടെ ദാരിദ്ര്യം കാരണം യഷ്ഉറു ബിൽ-ളീഖി വൽ-'അദ്ബി ദായിം, എപ്പോഴും നിരാശയും അങ്ങേയറ്റത്തെ കോപവും അയാൾക്കുണ്ടാവുമായിരുന്നു. അയാളുടെ സ്വഭാവത്തെ, മാനസികാരോഗ്യത്തെ അത് ബാധിക്കുന്നുണ്ട്. ഫി സബ്ബിൽ അത്ഫാൽ, ആ നിരാശ മുഴുവൻ അയാൾ പ്രകടിപ്പിക്കുന്നത് കുട്ടികളെ ചീത്ത പറയുന്നതിലൂടെയാണ്. മാത്രമല്ല വഹത്ത അല സൗജത്തിഹി ബിത്വരീഖത്തിൻ ഖാസിയ ഇൻദ ഇഖാലിഹ, മാത്രമല്ല ഭാര്യയെ വിളിച്ചുണർത്തുമ്പോൾ കാണിക്കുന്ന പരുഷമായ ആ ഒരു വേ ഓഫ് ബിഹേവിയർ ഉണ്ടല്ലോ, അതിലൂടെയൊക്കെയാണ് അയാൾ തൻ്റെ ഈ നിരാശ പ്രകടിപ്പിക്കുന്നത്. കമാ യംനഉഹു അൽ ഫഖ്ർ മിനൽ ഇൻഖിറാത്തി ഫിൽ ഹയാത്തിൽ ഇജ്തിമാഇയ, പോരാത്തതിന് സാമൂഹിക ജീവിതത്തിൽ ഒട്ടി നിൽക്കുക, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇടകലർന്ന് ജീവിക്കാനുള്ള ഒരു ത്വരയിൽ നിന്നും അയാളെ ദാരിദ്ര്യം തടയുന്നുണ്ട്. ഫലാ യസ്തതിഉ അദ്ദഹാബു ഇലൽ മഖാഹി, അയാൾക്ക് കോഫി ഷോപ്പുകളിൽ പോകാൻ പറ്റുന്നില്ല. ഔ മജാലിസു സഹരി കഖൈരിഹി, അല്ലെങ്കിൽ നൈറ്റ് ക്ലബ്ബുകളിലോ അതുപോലെ മറ്റിടങ്ങളിലോ ഒന്നും പോകാൻ അയാൾക്ക് സാധിക്കുന്നില്ല. യുസവ്വിറു നസ്സ കൈഫ യുസ്ബിഹുൽ ഫഖർ, അതുകൊണ്ട് തന്നെ ഈ ടെക്സ്റ്റ്, ഈ കഥ വിവരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിത്രീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് ദാരിദ്ര്യം രൂപാന്തരപ്പെടുന്നത്. ദായിറത്തൻ മുഫ്രഖ, ഒരു ദുഷ്ടചക്രമായിട്ട്, അയാളെ വരിഞ്ഞു മുറുക്കുന്ന ചക്രം പോലെ ഈ ദാരിദ്ര്യം മാറുന്നത് എങ്ങനെ എന്ന് കഥ നന്നായിട്ട് വിവരിക്കുന്നുണ്ട്. ഫബദലൻ മിൻ അൻ യജിദ റാഹത ഫി ബൈതിഹി, വീട്ടിൽ നിന്ന് സ്വസ്ഥത കൈവരിക്കുകയും അനുഭവിക്കുകയും ചെയ്യാൻ കഴിയുന്നതിനു പകരം യജിദു നഫ്സഹു മുർഗമൻ അല ഖളാഇ ലൈല തൻതഹി ബി മൗലിദി തുഫ്ലിൽ ആഖർ, മറ്റൊരു കുഞ്ഞിൻ്റെ ജന്മത്തിന് കൂടി കാരണമായേക്കാവുന്ന ഒരു രാത്രിയാക്കി അതിനെ മാറ്റാനാണ് അയാൾക്ക് കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ അയാൾക്ക് പറ്റുന്നില്ല. ആ ചിന്തയും ആലോചനയും വെപ്രാളവും
മാനസിക വ്യഥയും എല്ലാം കൂടി ഭാര്യയോട് ഈ യാഥാർത്ഥ്യ ബോധത്തിന് നിരക്കാത്ത രീതിയിൽ പെരുമാറാനും എന്നിട്ട് പുതിയൊരു കുട്ടിയെ കൂടി ഉണ്ടാക്കാനുമാണ് അയാൾ ശ്രമിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇതെല്ലാം കുറേ പരസ്പരം കോൺട്രഡിക്ടറി ആയിട്ടുള്ള ജീവിതത്തിൻ്റെ അല്ലേ, എന്താ പറയുന്നത്, വൈരുദ്ധ്യാത്മക ജീവിതം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ചക്രത്തിലാണ് അയാൾ ഉള്ളത്. മിമാ യുഅക്കിദു അലാ ദവാമിഹി അൽ ഫഖർ, അയാളുടെ നിരന്തരമായ ദാരിദ്ര്യത്തെ അത് ഉറപ്പുവരുത്തുന്നുണ്ട്. കാരണം കുട്ടികൾ ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാരിദ്ര്യം കൂടി വരും. വഅസരിഹിൽ മുദമ്മിർ അലാ ഹയാത്തിൽ ഉസ്ർ, കുടുംബജീവിതത്തിൽ അതുണ്ടാക്കിയേക്കാവുന്ന വിനാശകരമായ സ്വാധീനത്തെയും ഇയാളുടെ സ്വഭാവം ഉറപ്പുവരുത്തുന്നുണ്ട്, സ്ഥിരീകരിക്കുന്നുണ്ട്. നമുക്കധികം സമയമില്ലാത്തതുകൊണ്ട് കഥയുടെ ആസ്വാദനം പറയാനൊന്നും നിർവാഹമില്ല. ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ ബ്ലോക്കിലെ കഥയുമായിട്ട് കടന്നു വരാം. ഇതിനകത്ത് വായിച്ചിട്ടുള്ള ചോദ്യോത്തരങ്ങളെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ലിങ്കിൽ കയറിയാൽ PDF ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നിർത്തുവാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.